ഹലോ ഗൈസ്, ഏപ്രിൽ 10 ഞങ്ങൾ ഗുരുവായൂരൊന്ന് പോയി. ഞാൻ അവസാനമായിട്ട് ഗുരുവായൂർ പോയത് മലയ്ക്ക് പോകുമ്പോഴാണ്. ഇപ്പോൾ ഏതാണ്ട് ഒരു 5-6 വർഷത്തിന് ശേഷമാണ് ഞാൻ തിരിച്ചു ഗുരുവായൂരിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം എക്സൈറ്റ്മെൻറ്റും ഹാപ്പിനെസ്സും ഫണ്ണീസൊക്കെ നിറഞ്ഞൊരു യാത്രയായിരുന്നു. ഞങ്ങളൊരു 3:30 ആകുമ്പോൾ രാമനാട്ടുകരയിൽ നിന്ന് ബസ് കയറി കൃത്യം 6:30 അവിടെ എത്തി. പടിഞ്ഞാറേ നടക്കടുത്തുള്ള ഒരു കാവേരി ലോഡ്ജിലായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത്. അങ്ങനെ ഒന്ന് ഫ്രഷായി വന്നപ്പോഴത്തേക്കും 8 മണിയായി. നല്ല വിശപ്പ് തോന്നിയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഹോട്ടൽസ് തപ്പാൻ തുടങ്ങി. കുറേ അന്വേഷിച്ച് ശരവണ ഭവൻ എന്നൊരു ഹോട്ടലിൽ കയറി. അവിടുന്ന് ഫുഡ് കഴിച്ചിറങ്ങിയതും സ്ഥലം അറിയാത്തതുകൊണ്ട് അമ്പലത്തിൽ പോകാൻ ഞങ്ങൾ കുറേ പാടുപെട്ടു. അന്ന് അത്രയും നേരം വൈകിയതുകൊണ്ട് തന്നെ വേറെ ഒന്നിനും നിൽക്കാതെ ഞങ്ങൾ അമ്പലത്തിൽ ഫുള്ള് കറങ്ങി നടന്നു. ഗുരുവായൂർ കേശവൻ, മരപ്രഭു, മഞ്ജുളാൽ, ഗരുഡൻ ഇങ്ങനെയെല്ലാം കണ്ടു. അവസാനം ഫാമിലി ആയിട്ടൊരു ഫോട്ടോയും എടുത്ത് ഞങ്ങൾ ലോഡ്ജിലേക്ക് പോയി. പിന്നെ കിടക്കാനായപ്പോഴത്തേക്കും 1:30 മണിയായി. പിറ്റേ ദിവസം രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി ഞങ്ങൾ തൊഴാനായി പോയി. തൊഴാനുള്ള വഴി വളരെ വലുതായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടാണ് കയറിയത്. മൊബൈൽ ക്ലോക്ക് റൂമിൽ വെച്ച് പോയതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ തിക്കും തിരക്കും കൂട്ടി ഞാൻ കണ്ടു ഭഗവാനെ. പിന്നെ ഒരു 2:30 ആയപ്പോൾ ഞങ്ങൾ പ്രസാദൂട്ടിനായി വരി നിന്നു. ഈ കുളത്തിൽ എത്രയോ മീനുകളല്ലേ. വരി വളരെ വലുതായോണ്ട് അച്ഛൻ പറഞ്ഞു നമുക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിച്ചാൽ പോരെ എന്ന്. പക്ഷേ ഇവിടെ വരുമ്പോഴല്ലല്ലോ ഇതൊക്കെ പറ്റുക എന്ന് അമ്മ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് തന്നെ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. ഒരുപാട് കൂട്ടം കറികളൊന്നും ഇല്ലെങ്കിലും ഉള്ളതിന് നല്ല സ്വാദായിരുന്നു. ഗുരുവായൂർ വന്ന കമ്മലും മാലയും മസ്റ്റല്ലേ. അങ്ങനെ ചെറിയ തരത്തിലുള്ള പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഭഗവാനോട് അടുത്ത വർഷവും ഞങ്ങളെ ഇവിടെ എത്തിക്കണേ എന്നും പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. അങ്ങനെ രാമനാട്ടുകര ഇറങ്ങി ഒരു ഹോട്ടലിൽ കയറി ഫുഡ് പാർസൽ വാങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് പോയി.